ജീവിതത്തിൽ സന്തോഷം ആഗ്രഹിക്കാത്ത ആരാണുള്ളത്? എന്നാൽ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളുടെ പട്ടികയിലെ ഇന്ത്യയുടെ സ്ഥാനം അത്ര സന്തോഷം തരുന്നതല്ല. 2023 വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് അനുസരിച്ച് മുൻ വർഷങ്ങളിലെ പോലെ ഫിൻലാൻഡാണ് ഒന്നാമത് വന്ന് നിൽക്കുന്നത്. 146 രാജ്യങ്ങളുടെ പട്ടികയിൽ 126ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള 20 രാജ്യങ്ങൾ ഇതാ: ഫിൻലാൻഡ്, ഡെൻമാർക്ക്, ഐസ്ലാൻഡ്, ഇസ്രായേൽ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, സ്വിറ്റ്സർലൻഡ്, ലക്സംബർഗ്, ന്യൂസിലാൻഡ്, ഓസ്ട്രിയ, ഓസ്ട്രേലിയ, കാനഡ, അയർലൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ജർമ്മനി, ബെൽജിയം, ചെക്ക് റിപ്പബ്ലിക്, UK, ലിത്വാനിയ. 146 രാജ്യങ്ങളിൽ ഇന്ത്യ നിലവിൽ 126ാം സ്ഥാനത്താണ്. അയൽ രാജ്യങ്ങളായ നേപ്പാൾ, ബംഗ്ലാദേശ്, ചൈന എന്നിവയേക്കാൾ താഴ്ന്നാണ് ഇന്ത്യയുടെ സ്ഥാനം. കോവിഡ് മഹാമാരിക്ക് ശേഷം ഇന്ത്യക്കാരിൽ മാനസിക സംഘർഷങ്ങൾ വർദ്ധിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. സന്തോഷ പട്ടികയുടെ മാനദണ്ഡം എന്ത്? ഐക്യരാഷ്ട്രസഭയുടെ ആഗോള സംരംഭമായ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സൊല്യൂഷൻസ് നെറ്റ്വർക്കാണ് എല്ലാ വർഷവും പട്ടിക പ്രസിദ്ധീകരിക്കാറുള്ളത്. ഗാലപ്പ് ഇങ്ക് എന്ന കമ്പനി ആഗോള സർവേ നടത്തിയാണ് റാങ്ക് ഇടാറുള്ളത്. ജീവിതത്തെ ഒരു ഗോവണിയായി കരുതി 0 മുതൽ 10 വരെയുള്ള പടവുകളിൽ എവിടെയാണ് സ്വന്തം ജീവിതമെന്ന് മാർക്ക് ചെയ്യാൻ വ്യക്തികളോട് ആവശ്യപ്പെടുന്നു. തൊഴിലില്ലായ്മയും അസമത്വവും പോലെയുള്ള ചില ഘടകങ്ങൾ താരതമ്യം സാധ്യമല്ലാത്തതിനാൽ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സാമ്പത്തിക ശാസ്ത്രം, മനഃശാസ്ത്രം, സർവേ വിശകലനം, ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് തുടങ്ങിയ മേഖലകളിലെ വിദഗ്ധരാണ് സർവേയിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ വിശകലനം ചെയ്ത് പട്ടിക തയ്യാറാക്കുന്നത്. എന്തുകൊണ്ടാണ് ചില രാജ്യങ്ങൾ എന്നും മുന്നിൽ? സന്തോഷത്തിന്റെ രഹസ്യം എന്ത്? ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസ മേഖല, തൊഴിലില്ലായ്മ, ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ ശക്തമായ സോഷ്യൽ സപ്പോർട്ട് സംവിധാനമുണ്ട്. അതുകൊണ്ട് പൗരന്മാർക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയുന്നു. അനുഭവിക്കുന്ന സ്വാതന്ത്ര്യവും സർക്കാരിലും സഹജീവികളിലുമുള്ള വിശ്വാസവും വ്യക്തികൾക്ക് സുരക്ഷിതത്വവും ക്ഷേമവും നൽകുന്നു. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യങ്ങളിൽ ഭൂരിഭാഗവും തൊഴിൽ ജീവിത സന്തുലിതാവസ്ഥയ്ക്ക് മുൻഗണന നൽകുന്നു. ദൈർഘ്യമില്ലാത്ത ജോലി സമയം, ദൈർഘ്യമേറിയ ശമ്പളത്തോടെയുള്ള അവധികൾ, കുടുംബ സൗഹൃദ നയങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. മനോഹരമായ പ്രകൃതിയും പ്രകൃതി ദൃശ്യങ്ങളും അത്തരം അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കുന്നതും സന്തോഷം നൽകും. കുറഞ്ഞ വരുമാന അസമത്വവും കൂടിയ സാമൂഹ്യ സമത്വവും വ്യക്തികൾക്ക് സന്തോഷം നൽകുന്നു. കോങ്കോ, സിംബാബ്വെ, സീറ ലിയോൺ, ലെബനൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് ഏറ്റവും പിന്നിൽ. ദീർഘകാല സംഘർഷങ്ങൾ, ആഭ്യന്തര യുദ്ധങ്ങൾ, രാഷ്ട്രീയ അസ്ഥിരത എന്നിവയാൽ വലയുന്ന രാജ്യങ്ങളാണിവ. ഇത് ജനങ്ങളിൽ ഭയം, അരക്ഷിതാവസ്ഥ, അനിശ്ചിതത്വം എന്നിവയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയ അസ്ഥിരതയ്ക്കൊപ്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഈ രാജ്യങ്ങൾ നേരിടുന്നു. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിലെ പരിമിതികളും വ്യക്തികളുടെ സന്തോഷത്തെ ബാധിക്കുന്നുവെന്നും ഹാപ്പിനെസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു.